മിശിഹായുടെ നാമത്തിൽ എല്ലാവരെയും വന്ദനം പറയുന്നു. ഒരിക്കൽ കൂടെ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയുമായി നിങ്ങളെ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതിൽ, ഈ വീഡിയോയിലൂടെ വരുന്നതിൽ ഞാൻ കർത്താവിനെ അതിയായി സ്തോത്രം കരയേറ്റുന്നു. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഷെയർ ചെയ്ത ദൈവവചനത്തിന്റെ സത്യങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് വീണ്ടും വീണ്ടും തിരുവെഴുത്തുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾക്കൊക്കെ പ്രചോദനമാണ്, അനുഗ്രഹമാണ്. നിശ്ചയമായും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ സഭ തിരുവെഴുത്തുകളാൽ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ദൈവം തന്റെ വചനത്താലാണ് അവിടുത്തെ സഭയെ ശുദ്ധീകരിക്കുന്നത്. മാലിന്യങ്ങളും അഴുക്കുകളും അസത്യങ്ങളും വ്യാജമായതും കപടമായതും പ്രയോജനരഹിതമായ ധാരാളം വിഷയങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയിൽ കഴിഞ്ഞ നാളുകളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മാലിന്യങ്ങളെ മുഴുവൻ ഒഴുക്കിക്കളയുന്ന അതിശക്തമായ ഒരു കുത്തൊഴുക്കായി ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് സ്വീകരിപ്പാൻ ദൈവം തന്റെ ജനത്തെ എഴുന്നേൽപ്പിക്കുന്നതോർത്തും ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായിട്ട് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. 100% ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. ഒരു തലമുറ എഴുന്നേറ്റ് ഈ തിരുവെഴുത്തുകളുടെ സത്യങ്ങളുടെ ദീപശിഖയെ ലോകത്തിന് മുമ്പിൽ അതിശക്തമായി പ്രദർശിപ്പിക്കുകയും അത് നാടിനും ലോകത്തിനും ഒരു പ്രകാശമായി മാറുകയും ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഉറയ്ക്കുന്നു. കർത്താവ് ഈ ദിവസം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം, വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. ഒരു സെർമൺ എന്ന നിലയ്ക്ക് നൽകുന്ന ഒരു ടീച്ചിങ്ങിന് പകരമായി നിങ്ങൾക്ക് ചിന്തിപ്പാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു മേഖലയിലേക്ക് നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ തോട്ട് പാറ്റേൺസിനെ കൊണ്ടുപോകാൻ വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു തിരുവെഴുത്തിലേക്ക് ഞാൻ വേഗത്തിൽ പോകുന്നു. 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ വായിക്കുന്നു. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കയില്ല. അപ്പോസ്തലനായ പൗലോസ് തന്റെ എഴുത്തുകളിൽ, തന്റെ ലേഖനങ്ങളിൽ വളരെ വ്യത്യസ്തമായ നിലയിൽ ഒരു പ്രധാന കാര്യം ഓർമ്മപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു പല ചോദ്യങ്ങൾ, 100 കണക്കിന് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പാരഗ്രാഫാണ് ഈ വേദഭാഗം. 100 കണക്കിന്. കാരണം പല മേഖലകളിൽ ഇതിനകത്ത് നിശബ്ദത കാണാൻ പറ്റും. ആരോട് സംസാരിക്കുന്നു, ആരെക്കുറിച്ച് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, എന്താണ് കാരണം, ഇങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വിഷയമാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് തന്റെ അവസാനത്തെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ താൻ പറയുന്ന ആ വാക്കുകളെ നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. ആരംഭമായ വാക്യം ഇങ്ങനെയാണ്: പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കും. അപ്പം ഈ താഴോട്ടുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ദൈവം കൊടുത്ത ദർശനങ്ങളെക്കുറിച്ചും വെളിപ്പാടുകളെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ, പൗലോസിന്റെ വെളിപ്പാടുകളെ കുറിച്ച് പറയുന്നുണ്ട്. താഴോട്ടുള്ള വാക്യങ്ങളിൽ ഒന്ന് പോയിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. അതിലെ 7-ാം വാക്യം: വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, എങ്കിലും പ്രശംസിക്കേണ്ടത് പ്രയോജനമില്ലെങ്കിലും അത് ആവശ്യമായിരിക്കും. തന്നെക്കുറിച്ച് പറയുന്നുണ്ട്, തന്നെക്കുറിച്ച് എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, കുരിശുത്രയുള്ള തന്റെ പ്രശംസ, തന്റെ കഷ്ടപ്പാടാണ് തന്റെ പ്രശംസ. പക്ഷെ ഇവിടെ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വന്നു: ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും, വളരെ ശ്രദ്ധിക്കണം, കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. കർത്താവിന്റെ ദർശനങ്ങൾ, കർത്താവിന്റെ വെളിപ്പാടുകളെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോസ്തലനായ പൗലോസിന് ദൈവം ഒരുപാട് വെളിപ്പാടുകൾ കൊടുത്തിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സഭയെക്കുറിച്ചുള്ള വെളിപ്പാട്, സഭയുടെ ഉപദേശങ്ങളെ സംബന്ധിച്ച വെളിപ്പാട്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള വെളിപ്പാട്, ക്രിസ്തുവിൽ വസിക്കുന്നതിനെ കുറിച്ചുള്ള വെളിപ്പാട്, ജാതികൾ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഏക ശരീരമാകുന്നതിനെ കുറിച്ച്. ഇന്ന് വേണ്ട പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന ആള് രംഗത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു വലിയ ശൂന്യമായ
ശൂന്യപ്രദേശം പോലെ കിടന്നേനെ. കാരണം സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തിയ പൗലോസാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും തന്റെ ദർശനങ്ങളെ കുറിച്ച് അത് കർത്താവിന്റെ ദർശനമാണെന്ന് പറയാറില്ല. പറയാറുള്ളത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, ദൈവം എന്നെ ഏൽപ്പിച്ചത്, ദൈവം എനിക്ക് നൽകിയത്, എൻ്റെ ആത്മാവിൽ എനിക്ക് വെളിപ്പെട്ടത്, ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങളാണ് താൻ പലപ്പോഴും പറയാറുള്ളത്. അനേകർക്കും പ്രവാചകന്മാർക്കും മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ താൻ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെക്കുറിച്ചും കർത്താവിന്റെ വെളിപ്പാടുകളെയും കുറിച്ച് എഴുതുന്നു. പുതിയ നിയമം പഠിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് പറയുന്ന ഒരു ഭാഗം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അത് മറ്റെങ്ങുമല്ല, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾ നോക്കിക്കേ. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭ ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ള തന്റെ ദാസന്മാരെ കാണിക്കേണ്ട ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ദൈവത്തിന്റെ ക്രിസ്തുവേശുവിന്റെ വെളിപ്പാട്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അപ്പൊ ഇത് ഞാനൊരു നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടിയാ, ദയവായിട്ട് ഇത് ആരും പ്രൊവോക്ക് ആവരുത്, ഒട്ടനങ്ങ് ദേഷ്യപ്പെടരുത്. നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, കാര്യഗൗരവം അറിയാതെ ചുമ്മാതെ കിടന്ന് ബഹളം വെക്കരുത്. ഒന്ന് ശാന്തമായിട്ട് കേൾക്കുക. നമുക്ക് ദൈവത്തിന്റെ വചനത്തെ കോട്ടുകയും മാട്ടുകയും ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് കാരണം ഇതിനകത്ത് പ്രൊവോക്ക് ആകാൻ സാധ്യതയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആളുകളായിരിക്കും. അവർക്ക് ഇനി എന്നാ പറഞ്ഞാലും അവർക്ക് വഴക്കുണ്ടാവും. അവരെ ഞാൻ വിട്ടേക്കുന്നു. സ്തോത്രം. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അതായത് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശു ക്രിസ്തു എപ്പോഴായി വെളിപ്പാട് പറഞ്ഞത്? യേശു ക്രിസ്തു എപ്പോഴായി പ്രവചനം പറഞ്ഞത്? അത് മത്തായിയുടെ സുവിശേഷത്തിൽ അല്ലേ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ, ഈ 3 അധ്യായങ്ങളില് നമുക്ക് യേശു ക്രിസ്തു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വെളിപ്പാടുകളും ആഴമായ പ്രവചനങ്ങളും തന്റെ ശിഷ്യന്മാരെ ബോധിപ്പിക്കുകയുണ്ട്. നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരിക്കലും നമുക്ക് അപ്പോകാലിപ്സ് കാണാം. അതായത് ഈ അന്ത്യകാല ശാസ്ത്രം അല്ലെങ്കിൽ അന്ത്യകാലത്തെ കുറിച്ചുള്ള പഠനങ്ങളൊന്നും പ്രവചനങ്ങളൊന്നും തന്നെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ പറ്റില്ല. എന്താണ് കാണാൻ പറ്റാത്തത്? ആലോചിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എഴുതി. മർക്കോസ് തന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എഴുതി. ലൂക്കോസ് തന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എഴുതി. എന്നാൽ യോഹന്നാനോ മത്തായി, മർക്കോസും ലൂക്കോസും അവരുടെ സുവിശേഷ പുസ്തകങ്ങളിൽ എഴുതിയ അതേ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി. അതാണ് അതിന്റെ ട്രൂത്ത്. അതായത് മത്തായി 24-ൽ യേശുക്രിസ്തു ദേവാലയത്തെക്കുറിച്ചും കാലാവസാനത്തെക്കുറിച്ചും ക്രിസ്തുവേശുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും, ഞാൻ ഈ വരം എന്നുള്ള വാക്കങ്ങ് പറയാൻ നിർത്തി. കാരണം ആത്മരൂപിയായവൻ വരിക പോവുക എന്നതിനേക്കാൾ നല്ലത് അവന്റെ പ്രസൻസ്, അവന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നതാണ് നല്ലത്. സോ യേശു കർത്താവ് അവന്റെ പ്രത്യക്ഷത്തെക്കുറിച്ചും കാലത്തിന്റെ അവസാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ യെരൂശലേം ദേവാലയത്തിന്റെ ഡിസ്ട്രക്ഷനെ കുറിച്ച് യോഹന്നാന് തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്താതെ അത് മുഴുവൻ, ആ വെളിപ്പാടുകൾ മുഴുവൻ തനിക്ക് ദൈവം മറ്റൊരു നിലയിൽ, അതായത് യേശു ക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് ടോക്കാണ്. ഇവിടെ കർത്താവ് കൊടുത്തിരിക്കുന്നത് അലിഗോറിക്കലി, മെറ്റഫറിക്കലി എന്ത് ചെയ്യാണ്, ഒരു ഗ്രാഫിക്സ് പോലെ അതിന്റെ തീവ്രമായ ഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് യോഹന്നാന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ യോഹന്നാൻ എഴുതിയ ഈ വെളിപ്പാട് പുസ്തകം യെരൂശലേം ദേവാലയത്തെക്കുറിച്ചുള്ള അതിന്റെ ഡിസ്ട്രക്ഷൻ മാത്രമല്ല, കാലത്തിന്റെ അവസാനം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഇങ്ങനെയുള്ള ഇത്യാദി സംഭവങ്ങളാണ് വെളിപ്പാട് പുസ്തകം. വഴക്കുണ്ടാക്കരുത്. താഴെ വന്ന് കമന്റ് ഇടുമ്പോൾ സൂക്ഷിച്ച് കമന്റ് ഇടണം. ഞാൻ വെറുതെ ബോധക്കേട് വിളിച്ചു പറയുകയല്ല. കൃത്യമായ ബോധ്യമുണ്ട്. നിങ്ങളല്ല, ഞാനും അല്ല, ഇവിടുത്തെ വേദ തിയോളജിയന്മാര്, വേദ പണ്ഡിതന്മാരൊക്കെ കാലാകാലങ്ങളെ കിടന്ന് വഴക്കുണ്ടാക്കുന്ന സബ്ജക്റ്റ്. പക്ഷെ ഐ എം ജസ്റ്റ് കൺക്ലൂഡ്, ഒരു കൺഫർമേഷനിൽ എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഒരുപാട് കമന്ററീസിലൂടെ ഞാൻ പോയിട്ടുണ്ട്. അതിലെല്ലാം പറയുന്നത് ബുക്ക് ഓഫ് റെവലേഷൻ ഇസ് റിട്ടൺ ബിഫോർ AD 70. അതാണ് അതിന്റെ ട്രൂത്ത്. കാരണം ഇന്റേണലി ധാരാളം എവിഡൻസുകൾ അതിനോടുള്ള ബന്ധത്തിലുള്ളത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന പദം മനസ്സിലാക്കുമ്പോൾ അത് ഓൾറെഡി മത്തായിൽ പറഞ്ഞിരിക്കുന്നു, മർക്കോസി പറഞ്ഞിരിക്കുന്നു, ലൂക്കോസി പറഞ്ഞിരിക്കുന്നു.
അത് യോഹന്നാന്റെ വേർഷനാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് മറ്റൊരു നിലയിൽ അല്പം കൂടെ എലാബറേറ്റഡ് ആയിട്ട് ഒരു ഗ്രാഫിക്സ് പോലെ ഒത്തിരി കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ വളരെ ഭയപ്പെടുത്തുന്ന പോലെ തോന്നും. ബട്ട് വാട്ട് ഹാപ്പൻസ്, അവിടെ സംഭവിച്ചത് എന്താണോ വാട്ട് ഹാപ്പൻ ദെയർ, അതിന്റെ ഒരു ഇലിസ്ട്രേഷൻസ് പോലെ ഇവിടെ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ യേശു കർത്താവ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടും ദർശനവും ഏതായിരിക്കും? പൗലോസ് തന്റെ വെളിപ്പാടിനെ കുറിച്ചല്ല താൻ പറയുന്നത്, വെളിപ്പാടിന്റെ ആധിക്യത്താൽ എനിക്ക് എന്നെ കുത്താണ്ടതിന് ശൂന്യം ലഭിച്ചു. വെളിപ്പാടിന്റെ ആധിക്യം തനിക്ക് കിട്ടിയ വെളിപ്പാടുണ്ട്, പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കർത്താവിന്റെ വെളിപ്പാടും കർത്താവിന്റെ ദർശനവും. മനസ്സിലാണല്ലോ? അപ്പം we need to take the Bible from the Bible, so words from the words. So here in book of Revelation chapter 1 പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. So I believe, is my belief, not only my belief, the lot of people are believing that, especially preteristic view ഉള്ള പ്രിയപ്പെട്ടവർ അത് വിശ്വസിക്കും. ഞാൻ എപ്പോഴും കർത്താവിനെ സ്തോത്രം ചെയ്യാറുണ്ട്. കാരണം ഞാൻ ബൈബിളിനകത്ത് വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഏകദേശം ഒരു 35 വർഷം കഴിഞ്ഞു. പലപ്പോഴും എനിക്ക് ബൈബിളിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് മറുപടി ഒന്നും തരുവാൻ ഞാൻ ഉൾപ്പെട്ടുന്ന സഭയ്ക്കോ സമൂഹത്തിൻ്റെ എൻ്റെ കൂട്ടുകാർക്കോ വേദപണ്ഡിതന്മാർക്കോ പലർക്കും കഴിഞ്ഞില്ല. അവരതൊക്കെ മാന്യമായ നിലയിൽ ഒഴിഞ്ഞു മാറിയതല്ലാതെ. പക്ഷെ എനിക്ക് വേദപുസ്തകത്തിന്റെ ആധികാരികതയെ മനസ്സിലായത് ഞാൻ ഇത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന വെളിപ്പാടിലേക്കും ആ അറിവിലേക്ക് വന്ന ശേഷം ഞാൻ ഇന്ന് വേദപുസ്തകം ധൈര്യത്തോടെ പ്രസംഗിക്കുന്നതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ. ഐ ബിലീവ് ഇൻ പ്രിറ്ററിസം, ഫുൾഫിൽഡ് എസ്കറ്റോളജി. ഇഫ് ദ ഫുൾഫിൽഡ് എസ്കറ്റോളജി എന്ന് പറയുന്നത് അത് സത്യമായതുകൊണ്ട് അത് 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 ദാറ്റ് മച്ച് അത് പാറയെ പോലെ ഉറപ്പുള്ളതാണ്. നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ്. അതുകൊണ്ടാണ് ഈ ഫ്യൂച്ചറിസ്റ്റിക് ആളുകൾ ഇങ്ങനെ തട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് ആൾക്ക് എപ്പോഴും ഒരിക്കലും ഒരിടത്ത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അവർക്ക് ആക്യുറേറ്റ് ആയിട്ട് കറണ്ട് ആയിട്ട് ഒരു വേർഡ് ഓഫ് ഗോഡിനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ചിലതൊക്കെ വ്യാഖ്യാനിക്കും, പക്ഷെ അപ്പോക്കാലിപ്റ്റിക്കലായിട്ടുള്ള മിക്ക വാക്യങ്ങൾക്കും അവര് താനെന്നാന്ന് പറയേണ്ടി വരും. കാരണം മാറിക്കൊണ്ടേയിരിക്കും അവരുടെ ഫ്യൂച്ചറിസ്റ്റ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിസ്റ്റിക്കിന് ഇപ്പുറത്ത് നിൽക്കുന്ന ഫുൾഫിൽഡ് എസ്കറ്റോളജി അല്ലെങ്കിൽ കവനന്റ് എസ്കറ്റോളജി എന്ന് പറയാം, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ എസ്കറ്റോളജി എന്നൊക്കെ പറയാം. ഈ ഒരു അന്ത്യകാലത്തെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള വെളിപ്പാട് സത്യം പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തെ വിശ്വസിക്കാൻ പറ്റുന്ന, കുറച്ചും കൂടെ പൊക്കി പിടിച്ച് നടക്കാൻ പറ്റുന്ന നിലയിൽ, അഭിമാനത്തോടെ നടത്താൻ പറ്റുന്ന നിലയിൽ നമ്മെ യോഗ്യരാക്കി മാറ്റുക. കർത്താവിന് നന്ദിയോടെ ഞാൻ സ്തോത്രം കരയറ്റുന്നു. ഇത് പിൻപറ്റുന്ന അനേകരെ കർത്താവ് ദിവസങ്ങളിൽ കേരളത്തിനും പുറത്തും ഒക്കെ എഴുന്നേൽപ്പിക്കുന്നത് ഓർത്തും ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ ഒരു ആഹ്വാനം നടത്തുകയാണ്. ഈ വെളിപ്പാടുള്ള നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഒരു ധൈര്യമായിട്ട് നിന്നോണം. ഒരു പടയെ പോലെ, ഒരു സൈന്യം പോലെ ഒരു റവല്യൂഷൻ ഉണ്ടാക്കണം. കാരണം കഴിഞ്ഞ 100-150 വർഷമായി ക്രൈസ്തവ സഭയെ ഗ്രസിച്ചിരിക്കുന്ന ഈ അന്ത്യകാല ശാസ്ത്രം എന്ന ക്യാൻസറിനെ വേരോടെ പിഴുതെറിയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വെളിപ്പാടുകളാൽ നിങ്ങളെ ഉറപ്പിക്കും. 100% ഇതിന്റെ എല്ലാ മേഖലകളിലുള്ള ആഴമായ സത്യങ്ങൾ ദൈവം നമുക്ക് തരുമെന്നത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ഇവിടെ തിരിച്ചു വരികയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെ കുറിച്ചും വെളിപ്പാടുകളെ കുറിച്ചും പറയാൻ പോകുന്നു. ഇനി അടുത്തത്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരത്തിന് മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു. ഐ നോ എ മാൻ ഇൻ ക്രൈസ്റ്റ്. ഞാനല്ല, ലോകത്തിലുള്ള ഒരു ബഹുഭൂരിപക്ഷം ആളുകളും വലിയ വലിയ ദൈവദാസന്മാർ, അറിവുള്ള, പ്രാപ്തിയുള്ള, കഴിവുള്ള ശ്രേഷ്ഠന്മാരായ കർത്താവിന്റെ ദാസന്മാർ എല്ലാവരും ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ മാത്രമല്ല, ഞാൻ അവരിൽ നിന്നൊക്കെയാണ് മനസ്സിലായത് എ മാൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പൗലോസിനെ കുറിച്ച് തന്നെ പറയുക. ഞാനത് ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നെ കുറിച്ച് ചിലർക്ക് ഭയങ്കര ഒരു അപവാദമുണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും മാറ്റി പറയുന്നു. ഇങ്ങനെ മാറ്റി പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. അപ്പം യേശു ക്രിസ്തു വരുന്നു എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. ഞാൻ വായിച്ചപ്പോൾ വരുന്നു എഴുതിയിട്ടുണ്ട്, പക്ഷെ കാര്യഗൗരവമായിട്ട് പഠിച്ചപ്പോൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യമെന്ന് മനസ്സിലായി. അപ്പം അവിടെ മാറിയപ്പം ഇറ്റ് ഈസ് മാനസാന്തരം വന്ന കേട്ടോ, മനസ്സിന് മാറ്റം വന്നല്ലാതെ ഇയാൾ മാറിക്കൊണ്ടേ ഇരിക്കുകയല്ല. എനിക്ക് നാളെ മാറ്റങ്ങൾ വരും, കാരണം ദൈവത്തിന്റെ വചനമാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന മാത്രം സത്യം എന്ന് പറഞ്ഞാൽ പൊട്ടനായിപ്പോയി. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ചേർച്ച് എന്ന് പറയുന്നത്, ദൈവസഭ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു എന്ത് പറയുന്ന ഒരു കുളമല്ല. ചർച്ച് ഇസ് എ റിവർ, ഫ്ലോയിങ് ആണ്. ഹോളി സ്പിരിറ്റ് ഇസ് എ റിവർ. എവിടെയോ ഒരു പാത്രത്തിൽ ഒരു പുട്ടുകത്തിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളമല്ല പരിശുദ്ധാത്മാ. പരിശുദ്ധാത്മ ഫ്ലോയിങ് റിവറാണ്, ലിവിങ് വാട്ടർ. ഇപ്പൊ ചർച്ച് ഈസ് ഓൾസോ ലിവിങ് വാട്ടർ. അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, അതിന് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും, അതിനകത്ത് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. അല്ലാതെ 1900 എത്രയോ വർഷം ഞങ്ങളുടെ അപ്പൂപ്പൻ പഠിപ്പിച്ചാന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കുത്തിയിരുന്ന നീ ചത്തു പോത്തേ ഉള്ളൂ കൊഞ്ഞുപോലെ. ഞാൻ ഓപ്പണായിട്ട് പറയാം, നിങ്ങൾ ഈ മോനുമെന്റ്സ് ആയിട്ട് മാറും. മൂവ്മെന്റ്സ് എങ്ങനെ മോനുമെന്റ്സ് എന്നറിയാമോ? മൂവ്മെന്റ്സ് നിൽക്കുമ്പോൾ നിൽക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് അപ്ഡേഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കും.
ഓക്കെ. ഇവിടെ 14 വർഷത്തിന് മുമ്പ് ഒരു മനുഷ്യനെ അറിയും. ഇത് ഈ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതിയത് AD 57 എന്നാണ് ബഹുഭൂരിപക്ഷം വേദ പണ്ഡിതകളും പറഞ്ഞത്. നമുക്ക് ഇതിനകത്ത് വേദോസത്ത് എഴുതാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. വേദപണ്ഡിതന്മാരായ കമന്ററി എഴുതിയ ആളുകളും അതിനെ പഠിപ്പിക്കുന്ന ആളുകളും ഹിസ്റ്റോറിക്കലി സംസാരിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് AD 57 എഴുതിയത്. സോ AD 57 എഴുതുമ്പോൾ, 2 കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ 14 വർഷത്തിന് മുമ്പ്, അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു AD 43 മുതലുള്ള കാലം, അല്ലെങ്കിൽ AD 40. AD 43-നും 45-നും ഇടയ്ക്കാണ് അപ്പോസ്തലനായ പൗലോസ്, നമുക്ക് അറിയാം, അദ്ദേഹം യെരൂശലേമിൽ ബർന്നബാസിനോടുകൂടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. സിറിയയിൽ നിന്നും ഒക്കെ ശുശ്രൂഷകൾ കഴിഞ്ഞ് അവർ തിരിച്ച് യെരൂശലേമിലേക്ക് വരുന്നു. അവിടെ വെച്ച് താന് പത്രോസിനെയും യോഹന്നാനെയും ആരെയും കണ്ടില്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബിനെ കണ്ടു എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. അപ്പം തന്റെ ആ ഒരു യെരൂശലേം വിസിറ്റില് 43-ലാണ് സംഭവിക്കുന്നത്. അപ്പം അതായത് ഈ 2 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 2 കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ AD 57-ന് 14 വർഷത്തിന് മുമ്പ് അപ്പോസ്തലനായ പൗലോസ് യെരൂശലേമിന്റെ വിസിറ്റ്. അപ്പൊ യെരൂശലേമിലേക്ക് താൻ എത്തുമ്പോൾ 14 വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, ഞാൻ കർത്താവിന്റെ വെളിപ്പാടിനെയും ദർശനത്തെയും കുറിച്ച് പറയാൻ പോകുന്നു. ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയും. 14 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ 14 വർഷങ്ങൾക്ക് മുമ്പ് താൻ എവിടെ ആയിരുന്നു? താൻ യെരൂശലേമിൽ. അപ്പൊ താൻ യെരൂശലേമിലായിരുന്നു ആ കാലഘട്ടത്തിൽ. അല്ലെ, മനസ്സിലാകുന്നുണ്ടോ? അതായത് അപ്പോസ്തലനായ പൗലോസ് യെരൂശലേമിൽ എത്തിയ ആ കാലഘട്ടത്തിൽ എനിക്ക് ക്രിസ്തു ഒരു മനുഷ്യൻ എനിക്കൊരു ദർശനം, അതായത് ഒരു ദർശനമുണ്ടായി. എന്തുവാ ദർശനം? അവൻ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല, ദൈവം അറിയും. അപ്പം ഇതിനെക്കുറിച്ചുള്ള I learned this particular truth from a Jewish rabbi. അത് ഞാൻ പഠിച്ചത് ജെറൂഷലേം പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബൈബിൾ സ്റ്റഡി. അത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ സെർച്ച് ഓൺ ഇറ്റ്. അതിനുശേഷം ഇത് മറ്റൊരു ഇതുപോലെയുള്ള വെളിപ്പാട് പറയുന്ന അദ്ദേഹത്തിന്റെ പേരെന്റെ ഓർമ്മയിൽ വരുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചതാണ്. ഫസ്റ്റ് ഞാനിത് പഠിച്ചു. അന്ന് എനിക്ക് വിശ്വാസം വന്നില്ല ഇത്, കാരണം ഞാൻ അന്ന് ഫ്യൂച്ചറിസ്റ്റിക് വാദിയായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ, 43-ന്റെ ആ കാലഘട്ടത്തിൽ AD 43-ന്റെ സമയത്ത് അപ്പോസ്തലനായ പൗലോസ് ജെറുസലേമിൽ എത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരൻ യാക്കോബിനെ കണ്ടു. എന്നിട്ട് അവിടുത്തെ വിവരങ്ങളും എപ്പോഴും ഈ അപ്ഡേറ്റഡ് ആയിരുന്നു. ഈ യെരൂശലേം സഭയും അന്ത്യോക്യ സഭയും ഒക്കെ തമ്മിൽ, അന്ത്യോക്യ സഭ അതായത് യെരൂശലേമിന് പുറത്തുള്ള എല്ലാ സഭകളും യെരൂശലേം സഭയുമായിട്ടാണ്, ഹെഡ്ക്വാർട്ടറുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടത്. അപ്പോസ്തലന്മാരുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവരൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ വന്ന് തനിക്ക് ലഭിച്ച ഒരു ഇൻഫർമേഷൻ ആണ് ഇതെന്ന് പറയുന്ന ജൂയിഷ് മെസ്സിയാനിക് റബീസ് ഉണ്ട്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞത്? നമ്മുടെ മലയാളികൾ പഠിപ്പിക്കുന്ന കാര്യമല്ല. അപ്പൊ അവർ പറയുന്നത് ഈ 43 കാലഘട്ടങ്ങളിൽ തന്നെ ഈ വെളിപ്പാട് ഒരാൾക്കുണ്ടായി. ആ ആളിന്റെ പേര് പറയുന്നില്ല. ആ ആളിന്റെ ഒരു സൂചന മനസ്സിലാക്കാൻ നമുക്ക് നേരെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് പോകണം. ദയവായിട്ട് വഴക്കുണ്ടാക്കല്ലേ പ്ലീസ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ഭ്രാന്ത് പിടി. ഈടോ വേദോസത്തെ കോട്ടുന്നടാ മാട്ടുന്നടാ എന്നൊക്കെ പറയും. വേണ്ട. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നതും കാഹളനാദം പോലെ എന്നോട് സംസാരിക്കുന്നതാ കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിശ്വനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അപ്പൊ ഇദ്ദേഹം അപ്പോസ്തലനായ യോഹന്നാൻ കം അപ്പ് ഹിയർ, മുകളിലോട്ട് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ കാണും. വെളിപ്പാട് പുസ്തകം കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടും കർത്താവായ യേശുക്രിസ്തുവിന്റെ ദർശനങ്ങളും. It's about the Lord, the revelation of Jesus Christ. സോ ഇവിടെ യോഹന്നാൻ എന്ത് ചെയ്യുക? 3-ാം സ്വർഗം. ഇദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ സ്വർഗത്തിൽ നിന്ന് എനിക്ക് ദൈവത്തിന്റെ ദൂതം വന്ന് കെട്ടിത്തന്നൊന്നുമല്ല. ഞാൻ ബിക്കോസ് വി ആർ ലേണിംഗ് സോ മെനി തിങ്സ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. മനസ്സിലായ ഒരു സത്യം, എനിക്കത് വിശ്വാസയോഗ്യമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കും. അപ്പൊ യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലൻ ആ സമയത്ത് യെരൂശലേമിലായിരുന്ന സമയത്ത് തന്നെ വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ചതായ വെളിപ്പാട് പ്രാപിച്ചിരുന്നു. എന്നാൽ താൻ അത് എഴുതിയത് പത്മോസിൽ വെച്ച, അതായത് ലഭിച്ച വെളിപ്പാട്. കാരണം ഇവിടെ 2 ആത്മവിശുദ്ധ കാണുന്നുണ്ട്.
നോക്കിക്കേ, വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. കർത്താവിന്റെ സാക്ഷി നിമിത്തം പത്മോസിലായിരുന്നു, കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിഷനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുവാൻ പറഞ്ഞു, 7 സഭകൾക്കുള്ള ലേഖനം എഴുതും. ശ്രദ്ധിച്ചു കേൾക്കണേ. ആദ്യത്തെ ആത്മവിശുദ്ധ 1-ാം അധ്യായത്തിൽ അത് എന്തിനു വേണ്ടിയുള്ള ആത്മവിശുദ്ധയാണ്? അത് പത്മോസിലായിരുന്നപ്പോഴുള്ള ആത്മവിശുദ്ധ. സോ പത്മോസിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശുദ്ധയിൽ 7 സഭകൾക്ക് ദൂത് എഴുതുവാനായിട്ട് പറഞ്ഞു. നീ കാണുന്നത് പുസ്തകത്തിൽ എഴുതാൻ പറയും. എന്നിട്ട് പറയുന്നു, ആ എഴുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ തുടർന്ന് അനന്തരം. ഈ അനന്തരം എന്നൊക്കെ പറയുമ്പോൾ ഇതിന് ശേഷം എന്ന നിലയിൽ ഈ ആത്മവിശനായി അവിടെ എഴുതിയിരിക്കുന്ന അനന്തരം ഞാൻ ഒരു ശബ്ദം കേട്ടു, എന്നോട് കേൾക്കുന്ന ശബ്ദം എന്നോട് പറഞ്ഞു, കയറി വരിയെന്ന് മേലാ സംബന്ധിച്ച് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നു. ഉടനെ ഞാൻ ആത്മവിശനായി. അപ്പൊ ശ്രദ്ധിച്ചേക്കണം, 1-ാമത്തെ അധ്യായത്തിനകത്ത് ആത്മവിശനായ ആൾ എഴുതുന്നുണ്ട്, എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും ആത്മവിശനായി. ഇവിടെ 2 പ്രത്യേകതയുണ്ട്, മനസ്സിലാക്കാം. 2 ആത്മവിശുദ്ധ. സോ ഇവിടെ അദ്ദേഹം പറഞ്ഞു വരുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിപ്പാനായിട്ട് ഈ ആദ്യം എഴുതിയ ഈ 3 അധ്യായങ്ങൾക്കകത്തുള്ളത് 7 സഭകളുടെ വെളിപ്പാടാണ്. അത് യേശു ക്രിസ്തു പഠിപ്പിച്ചതല്ല. യേശു ക്രിസ്തു നേരത്തെ പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ വാക്കിലൂടെ അവന്റെ ഭൂമിയിലായിരുന്നപ്പോൾ വന്നിട്ടില്ല. ഇത് അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. പക്ഷേ 4-ാം അധ്യായത്തിലുള്ള വിഷയം നേരത്തെ പ്രാപിച്ചതാണ്. അതായത് AD 43 ആ കാലഘട്ടങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാൻ പ്രാപിച്ചതാണ് എന്ന് വിശ്വസിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. അത് ജൂയിഷ് മെസ്സിയാനിക് റബീസിന്റെ ഇടയിലുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേട്ടോ. അതിന് ഒരു കൊടുക്കുന്ന യഥാർത്ഥമായിട്ടുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ, ഈ 3-ാം സ്വർഗം എന്ന് പറയുന്നത് എന്ത് പറയാൻ വെച്ചാൽ, ഞാൻ ഒറ്റ വാക്ക് പറയാം, അതിന്റെ വിശദീകരണം ഞാൻ പിന്നെ തരാം. 3-ാം സ്വർഗമാണ് ന്യൂ ഹെവൻസ് ആൻഡ് ന്യൂ എർത്ത്. 3-ാം സ്വർഗമാണ് പാരഡൈസ്. കുരിശിലെ കള്ളനോട് യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് എന്താണ്? നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. പറുദീസ എന്ന് പറയുന്നത് 3-ാം സ്വർഗം. 3-ാം സ്വർഗമാണ് പുതാകാശം, പുതിയ ഭൂമി. 3-ാം സ്വർഗമാണ് ന്യൂ കവനന്റ്. ഇത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ചിന്തയിലേക്ക് ഇത് വെച്ചേക്കാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എന്താണ് യോഹന്നാനാണെന്നുള്ളതിന്റെ ഒരു ചെറിയ തെളിവ് നമുക്ക് ബൈബിളിലേക്ക് തന്നെ നോക്കാം. അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ശരീരത്തോടു കൂടെയോ ശരീരം കൂടെ അറിയുന്നില്ല, ദൈവം അറിയുന്നു, ആ മനുഷ്യൻ പറുദീസയോടെ എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയാം. അപ്പൊ എവിടോട്ട് എടുക്കപ്പെട്ടെ? പറുദീസ. പറുദീസ എന്ന് പറഞ്ഞാൽ എന്തുവാ? 3-ാം സ്വർഗം. യേശു ക്രിസ്തു കള്ളനോട് പറഞ്ഞത്, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഓക്കെ, അപ്പൊ പറുദീസ എന്ന് പറയുന്നത് ആർക്ക് ഓഫർ ചെയ്തു? കള്ളൻ ഓഫർ ചെയ്തു. പറുദീസയിൽ എന്തുണ്ടെന്നാ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്? ജീവന്റെ വൃക്ഷം ഉണ്ടെന്ന്. അപ്പൊ ജീവന്റെ വൃക്ഷമുള്ള കള്ളന് ഓഫർ ചെയ്ത യേശു ക്രിസ്തു ചെല്ലാൻ പോകുന്ന, യേശു ഉണ്ടായിരിക്കുന്ന 3-ാമത്തെ സ്വർഗമാണ് ഈ പറയുന്ന സ്ഥലം. ഇറ്റ് ഈസ് അബൌട്ട് ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ എർത്ത്. ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത് എന്ന് പറയുന്നത് ന്യൂ കവനന്റ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. നമുക്കെന്ന് പറഞ്ഞാൽ ഈ റെവലേഷൻ സത്യവചനം വിശ്വസിക്കുന്നവർ, അല്ലാത്തവർക്ക് ഇതൊന്നും അറിയത്തില്ല. അല്ലാത്തവർക്ക് ഇനി ഉട്ടോപ്യ വരാൻ പോവാണ്. അവരുടെ ഇമാജിനേഷൻ അറിയുമോ? കൊച്ചുകൾ കൊണ്ടുപോയി സർപ്പത്തിന്റെ പൊത്തി കൈയിടും. എടാ, ഒന്നുകിൽ അവര് വല്ല ആഫ്രിക്കയിൽ എങ്ങനെ ട്രൈബൽസിലെ ആളുകളായിരിക്കും. ലോകത്തിലെ ഏതെങ്കിലും പിള്ളേർ സർപ്പത്തിന്റെ പൊത്തി കൈയിടുന്ന കണ്ടിട്ടുണ്ടോ? ഓക്കെ, അതൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? ഓക്കെ, അത് വിടുക. അപ്പൊ ഇവിടെ ഇതൊക്കെ തമാശയായിട്ടങ്ങ് പറയുക കേട്ടോ. ഇവിടെ ഇദ്ദേഹം 3-ാമത്തെ സ്വർഗത്തോളം എടുക്കപ്പെട്ട് പാരഡൈസിലൂടെ എടുക്കപ്പെട്ടു. അടുത്തതാണ് പ്രധാന വിഷയം. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകൾ അവൻ കേട്ടു. എന്റെ കർത്താവ്, ഇത് ഞാൻ കൊച്ചിലെ ഞാൻ വിചാരിച്ചു, ദൈവമേ, മനുഷ്യന്മാർക്ക് പറയാൻ കൊള്ളാത്ത വർത്താനമാ സ്വർഗത്തിൽ നിന്ന് പണ്ട് എന്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ വായിക്കും ചെയ്യണം. മനുഷ്യന്മാർക്ക് വായിച്ചാൽ കൊള്ളാത്ത, പറഞ്ഞാൽ കൊള്ളാത്ത സാധനമാണോടാ സ്വർഗത്തിൽ പറയുന്നത്. പിന്നാണ് മനസ്സിലായതില്ല. ഇറ്റ് ഈസ് അൺസ്പീക്കബിൾ ആൻഡ് അൺലോഫുൾ ടു മാൻ ടു സ്പീക്ക്. മനുഷ്യന് സംസാരിക്കാൻ പാടില്ലാത്തതും ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ കേട്ടു. ദാറ്റ് മീൻസ് when John saw this revelation on AD 43 to 45 time, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇത് കാണുമ്പോൾ ദൈവം പറയാണ്, മിണ്ടിപ്പോവരുത്, ഇതിപ്പോ സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോ സംസാരിച്ചാൽ, മനുഷ്യർ സംസാരിക്കാൻ പാടില്ല. ഒറ്റ വാക്കത്തിൽ എന്തുകൊണ്ട് പാടില്ല? വെളിപ്പാട് പുസ്തകം അങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന നറേഷൻസ്, അവിടെ കൊടുത്തിരിക്കുന്ന ഇലിസ്ട്രേഷൻസ്, അവിടെ കൊടുത്തിരിക്കുന്ന അലിഗോറിക്കൽ ആൻഡ് മെറ്റഫോറിക്കൽ ആയിട്ടുള്ള structures of the scriptures was talking about a Roman Empire. It's talking about the നീറോ, അവിടുത്തെ ചക്രവർത്തിമാരെ കുറിച്ച്. അതായത് റോമിലൂടെ ക്രിസ്തുവിന് സഭയ്ക്കും യെരുശലേമിനും സംഭവിപ്പാൻ പോകുന്നതായ കഷ്ടത്തെക്കുറിച്ച്
അതിന്റെ ഉത്തരവാദികളെ കുറിച്ചുള്ള കാര്യങ്ങൾ, 666 എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന റോമൻ എംബററിന്റെ നമ്പർ, ഇങ്ങനെയുള്ള ഒരിക്കൽ പോലും ആ സമയത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് യോഹന്നാന് വെളിപ്പെട്ടത്. പണ്ട് ഏതോ ഒരു അപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ചെറിയ പ്രായത്തിൽ, എന്തോ നമുക്ക് വായിച്ചു കൊണ്ടാൽ ചീത്തയായിരിക്കും, അതുപോലെ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ മെനി വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കും. പക്ഷെ എനിക്ക് വിശ്വസനയോഗ്യമായിട്ടുള്ളത് ഇത് തന്നെ. കാരണം AD 43 ഇത് വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെന്നിടാ 666 വരുന്നുണ്ട്, മുദ്ര വരുന്നുണ്ട്, അത് റോമിലെ ചക്രവർത്തിയാന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രൊപ്പഗേറ്റ് ചെയ്താൽ അത് അവൻ റോമാക്കാരുടെ കാതിൽ എത്തിക്കഴിഞ്ഞാൽ ആകെ പണിയാവും. അതുകൊണ്ട് സ്വർഗത്തിലെ കർത്താവ് പറഞ്ഞു ഇത് മിണ്ടിപ്പോരുത്. അതുകൊണ്ടാണ് ഈ 65, 66, 68 കാലഘട്ടങ്ങളിൽ താൻ പത്മോസിലായിരിക്കുമ്പോൾ ദൈവം പറയാ, എഴുതിക്കോ, ഇനി താമസിക്കരുത്, സമയം എടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വെളിപ്പാട് കിട്ടിയിട്ട് കാലം കുറെ കഴിഞ്ഞു, ഈ റെവലേഷൻസ് മൊത്തം ലഭിച്ചു. ഈ റെവലേഷൻ എല്ലാം പ്രാപിച്ച യോഹന്നാൻ ഇത് എഴുതുന്നത് പത്മോസിൽ വെച്ച്. 7 സഭകളെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടുന്നത് അവിടെ വെച്ചാണ്. പക്ഷേ ബാക്കിയുള്ള മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ മുഴുവൻ താൻ നേരത്തെ പ്രാപിച്ചിരുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നവൻ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. ശരീരത്തോടോ ശരീരത്തോടാതെ അറിയുന്നില്ല, ദൈവം അറിയുന്നു. അവന് മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും മനുഷ്യൻ പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ കേട്ടു. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ പ്രശംസിക്കുന്നു, എന്നെ കുറിച്ചല്ല താനും. അപ്പൊ ആ മനുഷ്യൻ ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് പോൾ. കാരണം പോള് ആ ഉച്ചരിച്ചുകൂടാത്ത വാക്ക്, പറഞ്ഞുകൂടാത്ത വാക്കിനെ കുറിച്ച് മറ്റൊരു ലേഖനങ്ങളിലും ഒരു സ്ഥലത്തും പ്രസ്താവിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ബുക്ക് ഓഫ് റെവലേഷൻ. കാരണം അവിടെ സംസാരിക്കുന്നത് റോമിനെ കുറിച്ചാണ്, ചക്രവർത്തിയെ കുറിച്ചാണ്, 666 കുറിച്ചാണ്, മുദ്രയെ കുറിച്ചാണ്, എംബറർ വർഷിപ്പിനെ കുറിച്ചാണ്. സോ അത് ക്രിസ്ത്യാനോട് പറഞ്ഞു, now it is lawful, it is not lawful to speak. Shut your mouth. It's unspeakable. സംസാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ടോ? just think of it. Don't be provoked. Think of it. So how God is managing all these things. Glory to God. So മറക്കല്ലേ, ഈ വാക്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുന്നു. ഈ വീഡിയോയിലൂടെ എനിക്ക് കൈമാറാൻ പറ്റിയത് എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ കൈമാറി. നിങ്ങൾക്കിത് അനുഗ്രഹമായിരിക്കട്ടെ. നിങ്ങളുടെ ചിന്തകളെ അല്പം കൂടെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുന്നതായി മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ദൈവിക സത്യവുമായിട്ട് വരും വരെ സർവശക്തനാം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ, കൃപയിൽ മറയ്ക്കട്ടെ. God bless you. Thank you.